So hi guys, welcome back to my channel. It's me, DTG here, guys. So guys. Recent times ഞാൻ എൻ്റെ ലൈവ് സ്ട്രീം ഇട്ടുന്നില്ല. എന്തുകൊണ്ട്? വൈ എന്നൊക്കെ എൻ്റെ അടുത്ത് നിറയെ അങ്ങനെയൊന്നുമില്ല. എനിക്കറിയപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഡിസ്കോഡിൽ സംസാരിക്കുന്നവരും പേഴ്സണലി നമ്മൾ ഗെയിംസ് മൾട്ടിപ്ലെയർ ഗെയിംസ് കളിക്കുന്നവരും നമ്മളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരെൻ്റെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് BTG ഇന്ന് ലൈവ് ഇല്ല, എന്തൊന്നും ഷമി ബ്രോ ഇന്ന് ലൈവ് ഇല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലും ഡിസ്കോഡിലൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എനിവേ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി എനിക്ക് നിങ്ങളോട് കാര്യം പറയണമെന്ന്. എന്തെന്നാൽ ഗൈസ്, എനിക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ PC ചെയ്ത് വരുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു കാര്യം പറയപ്പെടുന്ന വെച്ചാൽ നമ്മളെ ഈ ബോർഡിൽ ഏകദേശം 2 സ്ലോട്ട്സ് ഉണ്ട് റാമിന്. ഈ 2 സ്ലോട്ട്സിൽ 16 GB ആണ് ഫസ്റ്റ് റാം ഉണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ പ്രോപ്പറായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഒറ്റ സ്ലോട്ടായി. ബിക്കോസ് ഒരു റാം എനിക്ക് വർക്ക് ആവുന്നില്ല. റാമിൻ്റെ സ്ലോട്ട് റെഡിയാക്കണം. ദെൻ എന്താ പറയുക, കുറച്ചുകൂടെ ഞാൻ HD ക്യാം വാങ്ങാനുള്ള പ്ലാനിലാണ്. അതൊന്ന് റെഡിയാക്കണം. വെബ് ക്യാം ഞാൻ കുറച്ചുകൂടെ HD വാങ്ങണം. ദീസ് സ്മോൾ കൈൻഡ് ഓഫ് ഇഷ്യൂസ് തന്നെ ഗൈസ്. അതെനിക്കൊന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ലൈവ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് എന്ന് വെച്ചാൽ അടുത്തിന് എന്ന് വെച്ചാൽ എനിക്കും ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും പിന്നെ മൂഡ് ഓഫ് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ലൈവ് ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര വിഷമങ്ങളും എന്താ പറയാ, എന്തോ ചാനൽ നമ്മളെ കൈവിട്ട് പോണ പോലെയാണ് നമുക്ക് ഫീൽ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളൊരു ഹോപ്പിലാണ് ഞാൻ അത് ഇടുന്നത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വേറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ എനി ടൈം. ഓക്കെ ഗൈസ്, കമന്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാം, ഡിസ്കോഡിൽ വരാം, എനിത്തിങ്. ഗൈസ്, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളി വലിയ മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ്. 27 ഇഞ്ചിന്റെ. ഐ ഹാപ്പി വിത്ത് ദാറ്റ്. അടുത്ത് എല്ലാം പ്രോപ്പർ കറക്ഷൻ ആണ്. എനിക്ക് ആ ബോർഡിന്റെ 16 GB ഒന്ന് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ലൈവ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബിക്കോസ് എന്ന് വെച്ചാൽ എന്റെ സബ്സ്ക്രൈബർ മാത്രമല്ല, ബേസിക് ആയിട്ട് ഒരു സ്ട്രീമേഴ്സും എല്ലാവരും പറയണമെന്ന് വെച്ചാൽ മിനിമം യു ക്യാൻ യൂസ് 6 GB റാം. 8 GB റാമിൽ നമ്മൾ ഒരിക്കലും ഗെയിമും പ്ലസ് സ്ട്രീമും കൊണ്ടുപോകാൻ പറ്റില്ല. ഇഫ് യു പ്ലേ ഓൺലി ഗെയിംസ്, ഓഫ്ലൈൻ ഗെയിംസ് ഓർ ഓൺലൈൻ ഗെയിംസ്, എനിത്തിങ് ഗെയിംസ് മാത്രമാണ് ഇതിന്റെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് 8 GB റാമിൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല. ഏകദേശം 1 ഇയർ ഒക്കെ അതിനുശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളൂ. പക്ഷെ ഗെയിം പ്ലസ് സ്ട്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ 16 GB റാം തന്നെ യൂസ് ചെയ്യണം ഗൈസ്. മിനിമം റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 16 GB, പിന്നെ മാക്സിമം പോകാന്ന് വെച്ചാൽ ഒരു 32 GB ഒക്കെയാണ് പറയുന്നത്. റെക്കമെൻഡേഷൻ ബേസ് നോക്കുമ്പോൾ നമ്മൾ ഒരു 16 GB റാമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. 16 GB റാം യൂസ് ചെയ്യണം. പിന്നെ എല്ലാം പ്രോപ്പർ ആയിരിക്കണം, പ്രോസസ്സറും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ഞാൻ എല്ലാം ഒന്ന് റീസെന്റ് ആയിട്ട് ബിൽഡ് ചെയ്ത PC ആണ്. പിന്നെ ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാനുണ്ട്. റീബിൽഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ഒരു ബോട്ടിലിനൊക്കെ ഒന്നും സ്റ്റക്കും ലോഗ്ഡ് ബാക്ക് ഡ്രോപ്പ് ഒന്നുമില്ല, ഒരു FPS ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഗൈസ് ഞാൻ ഈ ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ടുള്ള ലൈവ് സ്ട്രീമിൽ. അതർവൈസ് ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഇടും. അതർവൈസ് വേറെ ഒരു കാര്യം പറയാനുള്ള വേറെന്താ പറയാനുള്ള, ഞാൻ എന്തൊക്കെ ആലോചിച്ച് വെച്ചിരുന്നത്. പിന്നെ എനിക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട് PC റീബിൽഡിന്റെ കാര്യത്തിൽ. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് സാധനം സെറ്റ് ചെയ്ത്, പ്ലാറ്റ്ഫോം മീൻ മറ്റേ ഫുട്പാത്ത് ഒന്നും അല്ല ഗൈസ്. ഞാൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ PC പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അതിലൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയി നല്ലൊരു സെറ്റപ്പ് ഒക്കെ ചെയ്യണം. ഏകദേശം ഒരു കുറച്ച് ദിവസം തന്നെ, ഏകദേശം ഒരു 3-4 ദിവസം കൂടെ ആകുമ്പോൾ തന്നെ ഏകദേശം എല്ലാം റെഡിയായി കംപ്ലീറ്റഡ് ആയിരിക്കും. പിന്നെ വേറെ അതിൽ ചേഞ്ചസ് ആയിട്ട് വേറെ ഒന്നുമില്ല. കുറെ ഗെയിംസ് ഒക്കെ നമ്മൾ ലൈവ് സ്ട്രീമിൽ ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഡെട്രോയിഡ് ഉണ്ട്, ഫാർ ക്രൈ 6 ഉണ്ടായിരുന്നു, പിന്നെ ETS നേടിയിട്ടുണ്ട്, പിന്നെ എൻ്റെ പേര് നിന്ന് PUBG പീസ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നു, GTA കളിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഞാൻ പകുതിയിലൊക്കെ അങ്ങനെ വെച്ചിട്ട് പോയതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ
ഇങ്ങനത്തെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ, കാരണം എന്താ ഞാൻ ഭയങ്കര ആഗ്രഹം വെച്ച് ബിൽഡ് ചെയ്തൊരു പി സി ആണ് 2060 ഗ്രാഫിക്സ് കാർഡ് എന്ന് വെച്ചാൽ എന്റെ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാർഡാണ് 2060. ബിക്കോസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് റെയർ, അത് റെയർ ആണ്. അല്ലെ ഒരു ചെറിയ ഒരു FPS വ്യത്യാസം ഉണ്ടായുള്ളൂ 3060ക്കും 2060 ഉള്ള വ്യത്യാസങ്ങൾ. അതർവൈസ് മേ ബി ചെറിയ റേ ട്രേസിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, അതെനിക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ 2060 ഗ്രാഫിക്സ് കാർഡ് അത്ര ദൂരം വേണം എന്ന് പറഞ്ഞ് ഒരു 2060 ഗ്രാഫിക്സ് കാർഡ് വെച്ചത്. അത്ര ബിൽഡ് ചെയ്തെടുത്ത പി സിയിൽ ചെറിയൊരു കംപ്ലൈന്റും കാര്യങ്ങളും വന്നപ്പം ഐ വാസ് ഷോക്ക്ഡ് ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ടോട്ടലി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇത്ര ദിവസം സ്ട്രീമും കാര്യങ്ങളും ഭയങ്കര എൻജോയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ദിവസം സ്ട്രീം ഔട്ടായപ്പം എങ്ങനെയാണ്. സോ അതേ സെയിം ഇതാണ് എനിക്കും. ഞാനും എൻ്റെ മൈൻഡൊക്കെ ഔട്ടായി, മൂഡ് ഔട്ടായി. ഫസ്റ്റ് ഒരു 2-3 days ഒക്കെ എൻ്റെ മൈൻഡൊക്കെ ആന്നൊരു പറഞ്ഞ പോലെ അത്രയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു. സോ ഇപ്പം മനസ്സിലായി. സോ നമ്മളെ വാച്ച് ഓവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗണിലാണ് കിടക്കുന്നത്. സോ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒന്ന് നമ്മളെ വാച്ച് ഓവേഴ്സ് കൂട്ടുക. ഏകദേശം ഇനി ഒരു ആൾമോസ്റ്റ് ഒരു 9 months ആയി കേട്ടോ ഗൈസ് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട്. ഇനി ഒരു 3 months കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകും. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ന് വെച്ചാൽ പഴയ വാച്ച് ഓവേഴ്സ് ഒക്കെ അങ്ങ് പോകും. അപ്പോൾ 365 days നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോകണം. സോ അതുകൊണ്ട് മാക്സിമം ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വേറെ ഇനി പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ എടുക്കുന്ന എത്ര ടൈമിനെന്ന് അറിയാമോ? നിങ്ങൾക്ക് 2:55 വീഡിയോ എടുക്കുന്നത്. സോ അത്രയൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അതർവൈസ് പിന്നെ വേറെ എല്ലാവർക്കും ഇതുകൊണ്ടാണ് ഞാൻ ലൈവ് സ്ട്രീം ഇപ്പോൾ വരാത്തത്. ലൈവ് സ്ട്രീം വരും ഗൈസ് ഒരു 4-5 days, ആൾമോസ്റ്റ് കൂടിപ്പോയി ഒരു 1 week, അതിനുള്ളിൽ ഞാൻ ലൈവ് സ്ട്രീം വരും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ അടിപൊളി ഗെയിമിൽ ക്ലാരിറ്റിയോടെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും